വീഡിയോ കണ്ടു വേഗം മാത്രം എന്റെ ഉത്തരവിട്ട് ഇതുപോലൊരു അഹങ്കാരം പിടിച്ച്, അതായത് അഹങ്കാരത്തിന് കൈയും കാലും വെച്ചൊരു പെണ്ണ് എന്നൊക്കെ പറയത്തില്ല, അതാണ് ഇവളെന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യം ഫോളോ ചെയ്തിരുന്ന വ്യക്തിയാണ്. ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ഇവര് കാണിച്ചു കൂട്ടി ഷോ എന്ന് പറഞ്ഞാലേ, ഷോ അല്ല, അത് ഓവർ ഷോ എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ വേണം പറയാനായിട്ട്. ഞാൻ അന്നേരം ഇവരെ അൺഫോളോ ചെയ്തതാണ്. പിന്നെ ഞാൻ ഇവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. പിന്നെ ആകെ 2, 3, 4, 5 വീഡിയോസ് മാത്രമേ ഞാൻ എന്റെ കറലിൽ ഞാൻ ഓർക്കുന്നുള്ളൂ. കാരണം ആദ്യമൊക്കെ കുറച്ച് നാളൊക്കെ ഞാൻ ആദ്യം കണ്ട് ഇരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോയിലൊക്കെ ഓവർ ആക്ടിങ് അത് മനസ്സിലായി. ഫുൾ ഓവറാണ്. അതായത് ആ വർത്താനം വെച്ചിട്ട് മാത്രം പിടിച്ചിരിക്കുന്ന ഒരു പുള്ളിക്കാരി. പിന്നെ ഈ ഫെയിമിന് വേണ്ടി എന്ത് മെനകെട്ട പണിയും ചെയ്യും. അത്രേ ഉള്ളൂ ഇവളെ കുറിച്ച് എന്റെ അഭിപ്രായം. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹായ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്യൂസ് ടുഡേ ടോക്സ്. ഇന്ന് നമുക്ക് പറയാനുള്ളത് RJ ബിൻസിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ചാച്ചന്റെ മോൾ RJ ബിൻസി, നമ്മുടെ ബിഗ് ബോസ് താരം RJ ബിൻസി. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ മഷിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്ത് തന്നെ കാണില്ല. അത്രയും നല്ല പെൺകുട്ടിയെ റീച്ചിന് വേണ്ടിയും വ്യൂസിന് വേണ്ടിയും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതായത് ബിഗ് ബോസിനിടെയാണ് പുള്ളിക്കാരുടെ അരങ്ങേറ്റം. അവിടെ വന്നിട്ട് പുള്ളിക്കാരി അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും പുള്ളിക്കാരിക്ക് അറിയേയില്ല. അപ്പൊ പുള്ളിക്കാരി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി നോക്കിക്കഴിഞ്ഞാൽ എന്തോ അവിടെ വന്നിട്ട് കുറെ ഒരു മഞ്ഞ നൈറ്റ് ഡ്രസ് ഇട്ടുണ്ട് അവിടെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം നല്ലൊരു വെള്ള ഡ്രസ്സിൽ വന്നങ്ങ് ഇറങ്ങിപ്പോയി. അതാണ് നമ്മുടെ എല്ലാവരും ഓർമ്മ. പിന്നെ അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്തില്ല എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി അറിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് റീ എൻട്രി വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി അങ്ങ് മേയാൻ തുടങ്ങി. എന്തെങ്കിലും കിട്ടിയെങ്കിൽ മേയണ്ടേ, അപ്പൊ അങ്ങനെ മേയാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞാൽ അതിന് പുറത്തോട്ട് ഇറങ്ങിയത് ഇപ്പം മുതലേ RJ ബിൻസി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് RJ ബിൻസിക്ക് തന്നെ അറിയത്തില്ല. എങ്ങനെയെങ്കിലും ഫെയിം വേണം. എന്ത് പൊട്ടത്തനം വിളിച്ചു പോയിട്ടാണ്, എന്ത് കാര്യം പറഞ്ഞിട്ടാണ് ഫെയിം വേണം. അതാണ് RJ ബിൻസിയുടെ ഒരു ലക്ഷ്യം. അങ്ങനെ കാണിച്ച് ഇപ്പോൾ, അതായത് ഓവർ എന്ന് പറഞ്ഞാലേ ഓവറല്ല ഇത്, എന്താ പറയണ്ടത്, ഓവറിന്റെ ഒരു പരിധിയൊക്കെ എടുത്തില്ല നമ്മുടെ പീക്ക് ലെവൽ, അത്രയും ഓവറായിട്ട്. എന്റെ പേഴ്സണലി പറയാലോ, ഈ പെണ്ണിനെ ആദ്യം എനിക്ക് ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈവൻ അവിടെ ഉണ്ടായ ഇഷ്യൂ പോട്ടെ, അതായത് മറ്റേ RJ ബിൻസി ബിഗ് ബോസിൽ ഉണ്ടാക്കിയ ഇഷ്യൂ ഉണ്ടല്ലോ, അത് പോട്ടെ, അതിനെ വരെ നമുക്ക് വിട്ടുകളയാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഔട്ട്സൈഡ് വന്നപ്പോൾ പിന്നെ ഈ പെണ്ണിന്റെ എന്താ പറയുക, അഴിഞ്ഞാട്ടോ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ തന്നെ പറയണ്ട. അതായത് വ്യൂസിനും റീച്ചിനും ഫെയിമിനും വേണ്ടി എന്തൊക്കെ കിടന്ന് കാണിക്കുന്നു. അതായത് ബിഗ് ബോസിൽ പോയിട്ട് ഒന്നും ആവാൻ പറ്റാതെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല. അതാണ് RJ ബിൻസിയുടെ ഇതിൽ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു, ഇല്ല എത്രയോ കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു, അവരിപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. എന്തുകൊണ്ട് മാന്യമായിട്ട് എല്ലാം ചെയ്തു, എല്ലാം നന്നായിട്ട് തന്നെ നടക്കും. പക്ഷെ RJ ബിൻസി എന്നൊരു ക്യാരക്ടർ വളരെയധികം ഓവറാണ്. അതായത് ഡ്രസ്സിങ്ങിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കി, ഫെയിം നിലനിർത്തണമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ടോ, ഇന്ന ആളെയാണ് എനിക്ക് ഇഷ്ടം, ഇന്ന ആളെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇത്. പിന്നെ അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് RJ ബിൻസിയുടെ അനിയത്തിക്കുട്ടിയായിട്ടാണ്. അനിയത്തിക്കുട്ടി എവിടെ വന്ന് പറഞ്ഞു, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് ലൈവിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ചേച്ചി എന്നെ കടിച്ചു, മാന്തി, നുള്ളി എന്നൊക്കെ പറഞ്ഞ് ലൈവിൽ വന്ന് പറഞ്ഞു. ഇപ്പൊ ആ വീഡിയോ ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പൊ തന്നെ RJ ബിൻസി അല്ലേ, അറിയാലോ, ഭീഷണിപ്പെടുത്തുന്ന RJ ബിൻസിനെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞ് RJ ബിൻസി അതങ്ങ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഉണ്ടാവുമല്ലോ ആ ദൃശ്യം, അതിൽ നമുക്ക് ആ ദൃശ്യത്തിലൂടെ പോയി നോക്കാം. വീഡിയോ കണ്ടു വേഗം മാത്രം എന്റെ ഉത്തരവിട്ട് എന്റെ പേര് ഫുള്ള് 30,000 രൂപ എനിക്കത് കടിച്ചു പറഞ്ഞു പാട്ടിപ്പറ്റി വീഡിയോയുടെ കണ്ണു സ്നേഹം അത്ര എന്റെ മേലെ മുഴുവനും മൂശിൽ കണ്ടാട്ട് പതിച്ചെന്റെ മൂടിയായിട്ട് അതായത് അനിയത്തിക്കുട്ടിക്ക് ഭയങ്കര വലിയ കരച്ചിലാട്ടോ, എന്ത് പറയാനാലേ. ചേച്ചി വന്ന് വളരെ മൃഗീയമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കുട്ടി വന്ന് കരയണത്. ഇതിനു മുമ്പ് ഞാൻ ഒരു റീല് കണ്ടായിരുന്നേ. ഞാൻ സാധാരണ അങ്ങനെ കാണാറില്ല, കാരണം ഈ പെണ്ണിന്റെ മുഖം കാണുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ തട്ടിമറിച്ച് കളയും. എനിക്ക് താല്പര്യമില്ല. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നും. ഈ ഓവർ ആക്ടിങ് ഭയങ്കര ഓവർ ആക്ടിങ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി തോന്നും. അതുകൊണ്ട് തന്നെ ഇവരുടെ വീഡിയോ ഞാൻ പരമാവധി എല്ലാം ഞാൻ അങ്ങ് സ്വൈപ്പ് ചെയ്ത് കളയുകയാണ്. പക്ഷെ ഒരെണ്ണം മാത്രം പിടിച്ചു നിർത്തി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി, അതായത് ഈ അനിയത്തി കൊച്ചിനെ അങ്ങ് ഇവിടുന്ന് ദത്തെടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണ ഒരു ഇതാണ്. അതങ്ങനെ കണ്ടു. ലാസ്റ്റ് പറഞ്ഞു പ്രാങ്ക് ആണ്, ഞങ്ങൾ വെറുതെ പറഞ്ഞാണ്, ചുമ്മാ പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വന്ന് പ്രാങ്ക് അടിപ്പിച്ചിട്ട് അങ്ങ് പോയി. ഇനിയിപ്പോ ഈ കുട്ടി വന്ന് കരഞ്ഞതിനും ഇവളുടെ ഫാമിലിയും വന്നിട്ട് പറയുമായിരിക്കും, അത് ഞങ്ങൾ പ്രാങ്ക് ചെയ്താണ്, ഞങ്ങൾ അച്ഛനും അമ്മയും സഹോദരങ്ങളെ എല്ലാവരും കൂടി വന്ന് പ്രാങ്ക് ചെയ്തായിരിക്കും എന്ന് RJ ബിൻസി വന്ന് പറയും. പിന്നെ നാക്കിന് ലൈസൻസ് ഒന്നും ഇല്ലല്ലോ, എന്ത് വേണേലും വിളിച്ച് പറയും, ആരെ വേണേലും തെറി വിളിക്കും. എന്താണ് പറയുന്നത് യാതൊരുവിധ ബോധവും ഇല്ലാതെ, അതായത് ഇമേജിന് വേണ്ടിയിട്ട്, ഒരു ഫെയിമിന് വേണ്ടി എന്ത് വേണേലും കാട്ടിക്കൂട്ടും. അതാണ് RJ ബിൻസി എന്ന് പറയുന്ന ആള്.
അതായത് അനിയത്തിക്കുട്ടി ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുന്ന സ്നേഹം മാത്രം, അതായത് ആക്ടിംഗ് ആണ് മൊത്തം എന്നാണ് പറയുന്നത്. അപ്പൊ ആക്ടിംഗ് അത് മാത്രമുള്ള, അല്ലാതെ ഈ റിയൽ ആയിട്ട് സ്നേഹവും കാര്യങ്ങളല്ല. അപ്പൊ എന്താണ് ഫെയിമിന് വേണ്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ ഫെയിമിന് വേണ്ടി എന്തും കാണിച്ചു കൂട്ടുന്നു ഒരാൾ, അവളാണ് ഇവളെന്ന് പറയുന്നത്. അത് ആര്, ആർജെ ബിൻസി. ബിൻസിയുടെ തനിനിറം എന്തായാലും പുറത്തായിട്ടുണ്ട്. ഇതിലെന്തായാലും 100% നിങ്ങൾ ഉറപ്പിച്ചോ, ആർജെ ബിൻസി ഇതിന് വന്നിട്ട് പറയും, ഫാമിലി ആയിട്ട് വന്ന് പറയും. ചാച്ചൻ ചിലപ്പോൾ ചാച്ചന്റെ ഓട്ടോയിൽ കയറി നിന്നിട്ടായിരിക്കും പറയാൻ പോണത്, അനീതി പറഞ്ഞതൊക്കെ കള്ളത്തരമാണ്, ഞങ്ങൾ ഇത് പ്രാങ്ക് ചെയ്യിപ്പിച്ചാണ്, അങ്ങനെയൊന്നുമില്ല, ലിപ്സ്റ്റിക് കൊണ്ട് ഇങ്ങനെയൊക്കെ പഠിച്ചതുപോലെ കാണിച്ചതാണ്, അല്ലാതെ സത്യമൊന്നും അല്ല, അവളതൊക്കെ ആക്ട് ചെയ്താണെന്നൊക്കെ ആയിരിക്കും വന്ന് പറയാൻ പോണത്. എന്റെ പൊന്നെ, നമ്മൾ ആ കഥകളൊക്കെ കേൾക്കേണ്ടി വരുമായിരിക്കും. എന്തായാലും ഇതുവരെയായിട്ടും ആർജെ ബിൻസി രംഗത്ത് വന്നിട്ടില്ല, വരുമായിരിക്കാം, നമുക്ക് പ്രതീക്ഷിക്കായിരിക്കും. നമുക്ക് ആർജെ ബിൻസിയുടെ വരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാമോ. ഗൈസ്, എനിക്ക് 27 വയസ്സാണുള്ളത്. അപ്പൊ ഒരു 10-30 വയസ്സുള്ള ഒരു ചേട്ടനെ കിട്ടിയ സന്തോഷവും. ഏജ് ഒന്നും എനിക്ക് പ്രശ്നമല്ല, ജോലിയൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ജോലിക്ക് പോകാൻ മടിയുള്ള ആൾക്കാരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ചെലവിന് തരും. പക്ഷെ എന്നെ സ്നേഹിക്കണം, കെയർ തരണം. എന്റെ ക്വാളിഫിക്കേഷൻ ആണോ? ഓ, എനിക്കോ? അപ്പൊ കേട്ടില്ല, ഇത്രയും പാവം പിടിച്ചൊരു പെൺകുട്ടിയാണ് ഈ പറയുന്ന ആർജെ ബിൻസി എന്ന് പറയുന്നത്. അവർ തന്നെ പറഞ്ഞിട്ടില്ല, ഞാനൊരു പാവം പിടിച്ച പെൺകുട്ടിയാണെന്ന്. ആ പാവം പിടിച്ച പെൺകുട്ടിയാണ് അനിയത്തിനെ ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ചതും ഉപദ്രവിച്ചതൊക്കെ. എന്തായാലും ആർജെ ബിൻസിന് ഇഷ്ടമുള്ളവര്, അല്ല വേണ്ട, ഇഷ്ടമുള്ളവരൊക്കെ വന്ന്, ഇഷ്ടമുള്ളവരെ ഇല്ലാത്തവരോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വന്ന് പറയണം കേട്ടോ. ഇത് എന്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, എന്ത് ഫെയിം. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞപ്പോ മുതൽ ഇവളുടെ തുള്ളലി കിടന്ന് കണ്ടുകൊണ്ടിരിക്കും. ശരിക്കും വെറുപ്പ് പോയി പെണ്ണിനെ. കാരണം എന്ന് വെച്ചാൽ ഇവളുടെ എന്തെങ്കിലും ഒരു, ആദ്യമൊക്കെ ഞാൻ ഈ പെണ്ണിനെ എന്താന്ന് പറയാ പോയി, അതായത് ഈ പെണ്ണിന്റെ പോയിട്ട് എന്താ ഫോളോ ചെയ്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞ് ഇവളെ ഇറങ്ങിയല്ലോ, അത് ഇറങ്ങിയപ്പോ തന്നെ ഞാൻ ഈ പെണ്ണിനെ അൺഫോളോ ചെയ്തു. സത്യമായിട്ടും വെറുത്ത് കളഞ്ഞു. കാരണം വെറുപ്പിച്ച് അങ്ങനെ പീക്ക് ലെവലിൽ ഓരോന്നും അങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വെറുത്ത് പോയി. എന്തൊക്കെ കിടന്ന് കാണിക്കുന്നു. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നപ്പോ നല്ലൊരു പെൺകുട്ടിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അല്ലേ, ഈ പെണ്ണെന്നൊക്കെ പറഞ്ഞ ഫെയിമിന് വേണ്ടി എന്തും കാണിച്ചു കൂട്ടുന്ന ഒരു ലെവളാണ് ലിവള്. അതേപോലെ തന്നെ ഒരിടയ്ക്ക് ഒരു ഇഷ്യൂ വന്നായിരുന്നല്ലോ, മറ്റേ എന്തോ പ്രൊമോഷൻകാരെ വെറുപ്പിച്ചിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ. അതിനെ കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്തില്ല, കാരണം എനിക്ക് താല്പര്യമില്ലായിരുന്നു അന്നൊന്നും ഇവരെ കുറിച്ച് 2 വാക്ക് പറയാനായിട്ടൊന്നും. കാരണം നമ്മൾ ഉപേക്ഷിച്ചില്ല. പക്ഷെ ഇന്ന് ഈ അനിയത്തി വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ തനിനിറം കുറച്ച് പേരെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ എന്നാക്കി. കാരണം ഈ പെണ്ണും പിള്ള കാണിക്കുന്നത്, അതായത് ഇവര് കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ എന്തിനൊക്കെ വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നിനും വേണ്ടില്ല, ഫെയിം. ആ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവർ ഇതേപോലത്തെ ഡ്രസ്സിങ്ങും ധരിച്ച്, ഡ്രസ്സിങ് ഒക്കെ അവരവരുടെ ഇഷ്ടമാണ്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ മറ്റേ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്റെ മനസ്സിൽ ഇങ്ങനെയാണ്, എന്റെ ചെറുക്കൻ, ഞാൻ അവനെ ചെലവിന് കൊടുത്ത് ഞാൻ വീട്ടിലിരുത്തിക്കോളാം, എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി. എന്റെ പൊന്നു മോനെ, ഇവളെ പ്രതീക്ഷിച്ച് ആരെങ്കിലും സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കടിച്ച് മാന്തി എന്നൊക്കെ പറഞ്ഞ് നീയും വരേണ്ടി വരും. അതായിരിക്കും നിന്റെ അവസ്ഥ കേട്ടോ. പിന്നെ ഇനിയിപ്പോ ചാച്ചനും എല്ലാവരും ഇനി അടുത്തെന്താ പറഞ്ഞു വരണെന്ന് അറിയത്തില്ല. എന്തായാലും എന്റെ അഭിപ്രായത്തില് ഈ പെണ്ണ് നല്ല ഒന്നാന്തരം ഓവറാണ്. ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവറാണ്. എനിക്ക് സത്യം പറയാലോ, എന്റെ പേഴ്സണലി ഞാൻ ഇവളുടെ വീഡിയോസ് ഒന്നും തന്നെ കാണാൻ എനിക്ക് ഇഷ്ടേ അല്ല.